എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂണിറ്റ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആണ്. 10 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആണ്. ലിസ്റ്റ് 1 ഇൻക്ലൂഡ് ടൈപ്സ് ഓഫ് റിസർച്ച്, ലിസ്റ്റ് 2 ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ലിസ്റ്റ് 1 ഹിസ്റ്റോറിക്കൽ റിസർച്ച്, ആക്ഷൻ റിസർച്ച്, സർവേ റിസർച്ച്, എക്സ്പെരിമെന്റൽ റിസർച്ച്. അപ്പൊ അതിന് മാച്ച് ചെയ്യുന്ന ലിസ്റ്റ് 2 നിന്നുള്ളത് കണ്ടെത്തുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് സമയം തരാം, നിങ്ങൾ തന്നെ കണ്ടെത്താൻ ശ്രമിക്കുക. ആദ്യം ഹിസ്റ്റോറിക്കൽ റിസർച്ചിന് ചേരുന്നത് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതാണെന്ന്, ദെൻ ആക്ഷൻ റിസർച്ച്, ദെൻ സർവേ റിസർച്ച്, എക്സ്പെരിമെന്റൽ റിസർച്ച്. ടൈം ഔട്ട് ആണ്. ഹിസ്റ്റോറിക്കൽ റിസർച്ചിനെ കുറിച്ച് നോക്കാം. ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറയുമ്പോൾ ഇന്റർപ്രറ്റ് പാസ്റ്റ് ഇവന്റ്സ് ആണ്, അതായത് പാസ്റ്റ് ഓറിയന്റഡ് ആണ് ലിസ്റ്റ് 2 ചേരുന്നത്. ഹിസ്റ്റോറിക്കൽ റിസർച്ച് പാസ്റ്റ് ഓറിയന്റഡ്. ദെൻ ആക്ഷൻ റിസർച്ച്. ആക്ഷൻ റിസർച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഒരു പ്രോബ്ലത്തിന് പെട്ടെന്ന് ഒരു വർക്കബിൾ സൊല്യൂഷൻ, ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു വർക്കബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആക്ഷൻ റിസർച്ച് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമുക്ക് ചുറ്റുമുണ്ടാകുന്നത്, അതായത് ലോക്കൽ പ്രോബ്ലം ആണ് ആക്ഷൻ റിസർച്ച്, ലോക്കൽ പ്രോബ്ലം. ദെൻ സർവേ റിസർച്ച്. സർവേ എന്ന് പറയുമ്പോൾ ഒരു റിസർച്ചർ സർവേ നടത്തുന്നത് കണ്ടംപററി ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിന് റിലേറ്റ് ചെയ്തായിരിക്കും, ഇല്ലെങ്കിൽ പ്രസന്റ് കണ്ടീഷനിലുള്ള ഇതിനെ കുറിച്ചായിരിക്കും സർവേ നടത്തുന്നത്. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ സർവേ നടത്തിയിട്ട് കാര്യമില്ല. അപ്പൊ സർവേ എന്ന് പറയുന്നത് പ്രസന്റുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, അതായത് കറണ്ട് സ്റ്റാറ്റസ് ആണ് സർവേ റിസർച്ച്. സർവേ റിസർച്ച് കറണ്ട് സ്റ്റാറ്റസ്. ദെൻ എക്സ്പെരിമെന്റൽ റിസർച്ച്. എക്സ്പെരിമെന്റൽ റിസർച്ചിനെ കുറിച്ച് നമ്മൾ മുമ്പേ ഒരു മോക്ക് ടെസ്റ്റിൽ പറഞ്ഞിരുന്നു. എക്സ്പെരിമെന്റ് എന്ന് പറയുമ്പോൾ the variables are under the control of investigators ആണ്. Control of variables ആണ് experimental research. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഹിസ്റ്റോറിക്കൽ റിസർച്ച് പാസ്റ്റ് ഓറിയന്റഡ് ആണ്. ആക്ഷൻ റിസർച്ച് ലോക്കൽ പ്രോബ്ലം. സർവേ റിസർച്ച് കറന്റ് സ്റ്റാറ്റസ്. എക്സ്പെരിമെന്റൽ റിസർച്ച് കൺട്രോൾ ഓഫ് വേരിയബിൾസ്. ഓക്കെ. സെക്കൻഡ് വൺ, ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ISBN. ISBN എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓഫ് ബുക്ക് നമ്പർ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഫാദർ ഓഫ് ISBN. ഓപ്ഷൻ ഗോർഡൻ ഫോസ്റ്റർ, ഡേവിഡ് വൈറ്റേക്കർ, ഹെർബർട്ട് സ്പെൻസർ, എമിലി ദുർഖം. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡേവിഡ് വൈറ്റേക്കർ ആണ് ഫാദർ ഓഫ് ISBN. നെക്സ്റ്റ് വൺ, participation in which type of research has great potential for ensuring the improvement of professional as well as work situation. താഴെ പറയുന്നതിൽ ഏത് ഗവേഷണത്തിലുള്ള പങ്കാളിത്തമാണ് പ്രൊഫഷണലായി ജോലി സാഹചര്യമൊക്കെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നത്? ഗവേഷണം അല്ലെങ്കിൽ റിസർച്ച് എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് ആണ്. താഴെ പറയുന്നതിൽ ഏതിലാണ് കൂടുതലായിട്ടും ആ ഇംപ്രൂവ്മെന്റിന് സഹായിക്കുന്നത്? ഓപ്ഷൻസ് ഫണ്ടമെന്റൽ റിസർച്ച്, അപ്ലൈഡ് റിസർച്ച്, ഇവാലുവേറ്റീവ് റിസർച്ച്, ആക്ഷൻ റിസർച്ച്. നമുക്ക് ഓരോന്നിനെ കുറിച്ച് നോക്കാം. ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറയുമ്പോൾ ഡിസ്കവർ സംതിങ് ന്യൂ ആണ്. ഒരു പുതിയ തിയറി ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഫണ്ടമെന്റൽ റിസർച്ച് ആണെന്ന് പറയാം. പല പല പ്രൊസീജിയേഴ്സിലൂടെയൊക്കെ ഒരു പുതിയ തിയറി ഡെവലപ്പ് ചെയ്യുന്നു. ഫോർ ദാറ്റ് വി ക്യാൻ ടേക്ക് അവർ ഓൺ ടൈം. നമ്മുടേതായ ഒരു സമയം എടുത്താണ് ഒരു ഫണ്ടമെന്റൽ റിസർച്ചിലൂടെ ഒരു തിയറി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുമ്പോൾ ഫണ്ടമെന്റൽ റിസർച്ചിലൂടെ നമ്മൾ സെറ്റ് ചെയ്ത ഒരു പ്രിൻസിപ്പിള് നമ്മൾ യൂട്ടിലൈസ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ അത് അപ്ലൈ ചെയ്യുന്നു, അതാണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. ഇവാലുവേറ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ ആ ഫണ്ടമെന്റൽ റിസർച്ചിലൂടെ ഡെവലപ്പ് ചെയ്ത തിയറിയെ നമ്മൾ അതിന്റെ സാധുത എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കുന്നതാണ് ഇവാലുവേറ്റീവ് റിസർച്ച്. നെക്സ്റ്റ് ആക്ഷൻ റിസർച്ച് എന്ന് പറയുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന, നമുക്ക് ചുറ്റുമുണ്ടാകുന്ന ഒരു പ്രോബ്ലത്തിന് ഒരു വർക്കബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു, അതാണ് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ഒരു പ്രൊഫഷണൽ വർക്ക് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നത് ആക്ഷൻ റിസർച്ച് ആണ്. ഓപ്ഷൻ ഡി ആണ്. ഫണ്ടമെന്റൽ റിസർച്ചിലൂടെ നമ്മൾ കുറെ പ്രൊസീജിയേഴ്സിലൂടെ ഒക്കെ ഒരു പുതിയ തിയറി ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഫണ്ടമെന്റൽ റിസർച്ച് പറയുന്നത്. ആ ഫണ്ടമെന്റൽ റിസർച്ചിൽ കണ്ടുപിടിച്ചതിനെ തന്നെയാണ് നമ്മൾ അപ്ലൈഡിലും ഇവാലുവേറ്റീവിലും ഉപയോഗിക്കുന്നത്. പക്ഷെ ആക്ഷൻ റിസർച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഒരു പ്രോബ്ലത്തിന് പെട്ടെന്ന് ഒരു വർക്കബിൾ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അവിടെയാണ് നമ്മുടെ പ്രൊഫഷണൽ ക്വാളിറ്റി കൂടുതലായിട്ട് ഇംപ്രൂവ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ആണ് നമ്മളെ ഇംപ്രൂവ്മെന്റ് ഓഫ് പ്രൊഫഷണൽ ആസ് വെൽ ആസ് വർക്ക് സിറ്റുവേഷൻ സഹായിക്കുന്നു. ഓക്കെ. നെക്സ്റ്റ് വൺ, ദ മെയിൻ പർപ്പസ് ഓഫ് റിസർച്ച് ഇൻ എഡ്യൂക്കേഷൻ ഈസ്. വിദ്യാഭ്യാസത്തില് ഗവേഷണത്തിന്റെ പ്രാധാന്യം എന്താണ്? ഓപ്ഷൻസ് ആ ഒരു വ്യക്തിയുടെ
സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ വർദ്ധിപ്പിക്കുക. തീർച്ചയായും റിസർച്ച് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ വർദ്ധിക്കും. അതുപോലെ തന്നെ ആ വ്യക്തിയുടെ തൊഴിൽ സാധ്യത വർദ്ധിക്കും. അത് രണ്ടാമത്തെ ഓപ്ഷൻ അതാണ്, വ്യക്തിയുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുക. അടുത്ത സി എന്ന് പറയുന്നത് വ്യക്തിഗത വളർച്ചയെ സഹായിക്കുക. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ആ ഒരു വിദ്യാഭ്യാസ വിദഗ്ധനാവാൻ ആ വ്യക്തിയെ സഹായിക്കുക. ഇതിൽ ഏതായിരിക്കും വിദ്യാഭ്യാസത്തിൽ ആ ഒരു റിസർച്ച് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നില്ലെങ്കിൽ അതിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരിക്കും? സോഷ്യൽ സ്റ്റാറ്റസ് വർദ്ധിക്കുകയും ജോബ് പ്രോസ്പെക്ട്സ് വർദ്ധിക്കുകയും അല്ലെങ്കിൽ ആ വ്യക്തിഗതമായ വളർച്ചയെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നതിനേക്കാൾ ഉപരി ഒരു എഡ്യൂക്കേഷനിൽ റിസർച്ചിന്റെ പ്രാധാന്യം ആ ഒരു വിദ്യാഭ്യാസ വിദഗ്ധരാകാൻ, ആ എഡ്യൂക്കേഷൻ എന്ന ഫീൽഡിൽ അദ്ദേഹത്തിന്റെ പങ്ക് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഹെൽപ് ദ കാൻഡിഡേറ്റ് ബിക്കം ആൻ എമിനന്റ് എഡ്യൂക്കേഷനിസ്റ്റ്. ഒരു വിദ്യാഭ്യാസ വിദഗ്ധനാകാൻ ആ വ്യക്തിയെ സഹായിക്കണം. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്. കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാത്തത് ഏത്? ടെസ്റ്റും അതിന്റെ സാധുതകളെ കുറിച്ചുമാണ് പറയുന്നത്. അതിൽ ശരിയായി യോജിക്കാത്തത് ഏത്? അച്ചീവ്മെന്റ് ടെസ്റ്റ് കണ്ടന്റ് വാലിഡിറ്റി, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പ്രെഡിക്റ്റീവ് വാലിഡിറ്റി, റീസണിംഗ് ടെസ്റ്റ് കണ്ടന്റ് വാലിഡിറ്റി, പേഴ്സണാലിറ്റി ടെസ്റ്റ് കൺകറന്റ് വാലിഡിറ്റി. ഇതിന്റെ ആൻസർ അറിയാൻ ആദ്യം ഓരോ ടെസ്റ്റിനെ കുറിച്ചും അറിയണം. അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു നേട്ട പരിശോധനയാണ്, എത്രത്തോളം പഠിച്ചു എന്നുള്ളത്. വാട്ട് ഹി ലേൺഡ്, അതാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് അളക്കുന്നത്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ ഫോർ ഫ്യൂച്ചർ ലേണിംഗ് ആണ്, അഭിരുചി. അടുത്ത റീസണിംഗ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എബിലിറ്റി ഓഫ് സ്കിൽസ് ആണ്, ഇന്റർപ്രറ്റ് പാറ്റേൺസ് അല്ലെങ്കിൽ നമ്പർ സീക്വൻസ്, അതൊക്കെയാണ്. ഒരു സ്കിൽ ഡെവലപ്മെന്റ് ആണ് റീസണിംഗ് ടെസ്റ്റിൽ നമ്മൾ അളക്കുന്നത്. നെക്സ്റ്റ് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അസസ് ഹ്യൂമൻ പേഴ്സണാലിറ്റി ആണ്, ആ ഒരു പ്രസന്റ് ടൈമിൽ ഉള്ളതാണ്. ആ അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ടന്റ് വാലിഡിറ്റി തന്നെയാണ്. ആ സാധ്യത എന്ന് പറയുന്നത് സാധുത എന്ന് പറയുന്നത് എത്രത്തോളം പഠിച്ചു എന്നുള്ളത്, ആ കണ്ടന്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ സാധുത, അതിന്റെ വാലിഡിറ്റി അതാണ്. അച്ചീവ്മെന്റ് ടെസ്റ്റ് കണ്ടന്റ് വാലിഡിറ്റി ആണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നമ്മൾ പറഞ്ഞു ഫ്യൂച്ചർ ലേണിംഗിനാണ്, ആ ഒരു അഭിരുചി എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പ്രെഡിക്റ്റീവ് വാലിഡിറ്റി തന്നെയാണ്. നെക്സ്റ്റ് റീസണിംഗ് ടെസ്റ്റ് എബിലിറ്റി ഓഫ് സ്കിൽസ് ആണ്. റീസണിംഗ് ടെസ്റ്റ് ചെയ്യുന്നത് സ്കില്ലാണ്, അപ്പൊ അത് കണ്ടന്റ് വാലിഡിറ്റി അല്ല. ആൻസർ റീസണിംഗ് ടെസ്റ്റ് കണ്ടന്റ് വാലിഡിറ്റി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാത്ത. പേഴ്സണാലിറ്റി ടെസ്റ്റ് ഹ്യൂമൻ പേഴ്സണാലിറ്റി ആ ഒരു പ്രസന്റ് ടൈമിലുള്ളതാണ്, കൺകറന്റ് വാലിഡിറ്റി തന്നെയാണ് ഉള്ളത്. ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ, ദ കോറിലേഷണൽ റിസർച്ച് സീക്സ് ടു. പരസ്പര ബന്ധിതമായ ഗവേഷണം എന്ന് പറയുന്നത്. ഓപ്ഷൻസ്: ഡിറ്റർമൈൻ ദ റിലേഷൻ ബിറ്റ്വീൻ ദ ടു ഓർ മോർ വേരിയബിൾസ്, study the effect of one or another, both A and B, none of these. വേരിയബിൾസ് തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ അവ തമ്മിലുള്ള സ്വാധീനം, ഒന്നിന് മറ്റൊന്നിനോടുള്ള സ്വാധീനം, അല്ലെങ്കിൽ ഇവ രണ്ടും ഒന്നുമല്ല. കോറിലേഷണൽ റിസർച്ച് എന്ന് പറയുമ്പോൾ, അപ്പൊ കോറിലേഷൻ എന്ന് പറയുമ്പോൾ പരസ്പര ബന്ധിതമാണ്. അപ്പൊ അവ തമ്മിലുള്ള ബന്ധവും അതുപോലെ തന്നെ ഒന്നിന് മറ്റൊന്നിനോടുള്ള സ്വാധീനവും അതിൽ വരും. ബോത്ത് A and B ആണ് ആൻസർ. Correlational research means determine the relationship between two or more variables and study the effect of one on another. Next, which of the following considered as an evaluation research? ഇവാലുവേഷൻ റിസർച്ചിൽ വരുന്നത് ഏത് ചോദ്യം ആണ്? ഇവാലുവേറ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഒരു റിസർച്ചിനെ കുറിച്ച് അതിന്റെ സാധുതയെ കുറിച്ച് പരിശോധിക്കുന്നതാണ്. ക്വസ്റ്റ്യൻസ്: ഹൗ വെൽ ആർ വി ഡൂയിങ്, നമ്മൾ എത്രത്തോളം നന്നായി ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, എന്തിനാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ചോദ്യങ്ങൾ എല്ലാം ഇവാലുവേറ്റീവ് റിസർച്ചിൽ ചെയ്യാവുന്നതാണ്. ഇവാലുവേറ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ ഒരു ഇവാലുവേഷൻ നടത്തുകയാണ്. അപ്പൊ നമ്മൾ എത്ര നന്നായി ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ഇവാലുവേഷൻ വരുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇവാലുവേറ്റീവ് റിസർച്ചിൽ വരുന്നത് ഹൗ വെൽ ആർ വി ഡൂയിങ്. നെക്സ്റ്റ്, the population census carried out by the government of India can be an example of. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പോപ്പുലേഷൻ സെൻസസ് എന്തിന് ഉദാഹരണമാണ്? എക്സ്പ്ലോറേറ്ററി ടൈപ്പ്, കാഷ്വൽ, ഡിസ്ക്രിപ്റ്റീവ്, ഓൾ ദി അബോവ്. പോപ്പുലേഷൻ സെൻസസ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണ്. നെക്സ്റ്റ് വൺ, സൂപ്പർവൈസേഴ്സ് സർട്ടിഫിക്കേഷൻ ഓൺ ദ തീസിസ്. ഒരു തീസിസിലുള്ള സൂപ്പർവൈസറിന്റെ സർട്ടിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻസ്: gives name and fan to the supervisor. സൂപ്പർവൈസറിന് ഒരു പേര് നൽകുക എന്നുള്ളത്. സിസ്റ്റത്തിലെ ഒരു തടസ്സങ്ങൾ മാറ്റുക. അത് gives weightage to scholars. സ്കോളേഴ്സിന് ഒരു വെയിറ്റേജ് മാർക്ക് നൽകുക. ensures originality of the work. ആ സൃഷ്ടിയുടെ യഥാർത്ഥത ഉറപ്പാക്കുന്നു.
അപ്പൊ സൂപ്പർവൈസേഴ്സിന്റെ സർട്ടിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻഷുവേഴ്സ് ദ ഒറിജിനാലിറ്റി ഓഫ് ദ വർക്ക് ആണ്. Last question, a system of systematically interrelated concepts, definitions and propositions that are advanced to explain and predict a phenomena. ഒരു പ്രതിഭാസത്തെ വിശദീകരിക്കുന്നതിന് അല്ലെങ്കിൽ പ്രവചിക്കുന്നതിനുമായിട്ട് അതുമായി ബന്ധപ്പെട്ട ആശയങ്ങളുടെ അല്ലെങ്കിൽ നിർവചനങ്ങളെയൊക്കെ വ്യവസ്ഥാപിതമായി സ്ഥാപിച്ചിരിക്കുന്ന ഒരു സംവിധാനം ഏതാണ്? ഒരു പ്രതിഭാസത്തെ കുറിച്ച് യുക്തിസഹമായി പറയുന്നത് എന്തിലാണ്? ഫാക്ട്സ്, വാല്യൂസ്, തിയറീസ്, ജനറലൈസേഷൻ. ആൻസർ ഓപ്ഷൻ സി ആണ്, തിയറീസ് ആണ്. അതിനകത്ത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇന്റർറിലേറ്റഡ് കൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഡെഫിനിഷൻസ്, പ്രൊപ്പോസിഷൻസ് ഒക്കെയാണ്. അത് എല്ലാം യൂസ് ചെയ്യുന്നത് ഒരു ഫിനോമിനയെ പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് ആണ്. തിയറിക്ക് ഇങ്ങനെ ഒരു ഡെഫിനിഷൻ നൽകിയത് PV യങ് ആണ്. അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് ഇവിടെ പൂർണ്ണമായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു ഈ വീഡിയോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.